ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചു കേൾക്കാം. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഒരു പട്ടാള ഭാഷയിലാണ് പൗലോസ്ലീഹ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. മിലിറ്ററി വേഴ്സ് എന്ന് പറയും. ഒരു സർവ്വസൈന്യാധിപൻ, ഒരു പട്ടാള മേധാവി കീഴിലുള്ളതായ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തീയ ഭടന്മാരായിരിക്കുന്ന ദൈവമക്കൾക്ക് ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ കൊടുക്കുന്ന വളരെ കാതലായ 5 പ്രബോധനങ്ങളാണ് നാം വായിച്ചു കേട്ടത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് പൗലോസ്ലീഹ അവിടെ ഓർപ്പിക്കുന്നത്. കൽപ്പനകളാണ്. അന്നത്തെ കോരിന്ത്യ സഭയുടെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ്ലീഹ ഗൗരവത്തോടെ ചില ഭയനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആ കാലത്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഈ കോരിന്ത ദേശത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്, കോരിന്തരെ കുറിച്ച് പറയുന്നത്, കോരിന്തർ അവര് മായച്ചന്ത പോലെയാണ് ആ ദേശമെന്നാണ്. എല്ലാവിധ മ്ലേച്ഛതകൾ, ഭിന്നതകൾ സഭയിൽ ഉൾപ്പെടെയാണ്. ദുർനടപ്പുകൾ, തർക്കങ്ങൾ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കളോട് തറുതല പറയുക, അവരെ ചോദ്യം ചെയ്യുക, അനേക ക്രമക്കേടുകൾ, മനുഷ്യർ തോന്നി പോലെ നടക്കുന്നു, കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു, ഭയമില്ലാതെ കുർബാന അനുഭവിക്കുവാൻ വേണ്ടി ഓടിക്കൂടുന്ന ഒരു കൂട്ടം ആളുകൾ. ഇപ്രകാരമുള്ളതായ ദേശക്കാരുടെ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ 5 പ്രധാനപ്പെട്ട കർശന നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായ കാതലായ 5 നിർദ്ദേശങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്നു മുതൽ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ, ദൈവഭയത്തോടെ നിങ്ങൾ ഇത് ഒന്ന് ജീവിതത്തിൽ പകർത്തുവാൻ നോക്കണം. 1-ാമത്തെ കാര്യം എന്താണ്? 16-ന്റെ വായിച്ച്. ഉണർന്നിരിപ്പീൻ, ബി ഓൺ ദി അലേർട്ട്. എല്ലാവരും ഇപ്പോഴും ഒന്ന് ഉണർന്നിരുന്നേ. ആരും ഉറക്കം തൂങ്ങി മയങ്ങിയിരിക്കരുത്. ഇപ്പോൾ നമ്മൾ മയങ്ങിയാൽ, ഇപ്പോൾ ആത്മീയമായിരിക്കുന്ന ക്ഷീണത്തിൽ മയങ്ങി ഉറങ്ങിക്കിടന്നാൽ, ഞാൻ പറയുന്നത് ക്ഷമിക്കണം, നരകത്തിൻ്റെ പ്രഭാതത്തിൽ എഴുന്നേൽക്കേണ്ടതായിട്ട് വരും. ഓരോ ദൈവവൈദ്യനും എവർ വിജിലൻ്റ് ആയിരിക്കണം. കാരണം പത്രോസ്ലീഹ പറയുന്നുണ്ട്, 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് അലറുന്ന സിംഹം പോലെ ചുറ്റും ഓടി നടക്കുന്നതായ ശത്രുവിൻ്റെ കൺമുമ്പിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ദൈവത്തിന് സ്തോത്രം. നിരന്തരം ഉണർന്ന് സദാ കരുതലോടെ ജീവിക്കേണ്ട ഒരു കൂട്ടം ആളുകളാണ് ദൈവമക്കൾ. നിങ്ങൾക്കറിയാൻ വയ്യേ, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും ജീവിക്കുന്ന അന്തരീക്ഷം എന്തുമാത്രം സെക്സ് സാച്ചുറേറ്റഡ് ആണ്, മലീമസമാണ്. സകലവിധമായ മ്ലേച്ഛതകളും നടമാടുന്ന രംഗം. സത്യസന്ധത കണി കാണാനില്ല. വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നന്ദികേടുള്ള ഹൃദയവുമായി ദൈവത്തെയും മനുഷ്യനെയും ഭയമില്ലാതെ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടമായി നമ്മുടെ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ അധപ്പതിക്കാൻ ഇടവരുന്നു. ഇതൊരു അപകട സൂചനയായി നിങ്ങൾ ഒന്ന് കൈക്കൊള്ളണം. ആരെല്ലാം ഇപ്പോൾ മയങ്ങിയിരിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു അപകട മേഖലയിലാണ് എന്നുള്ളതായ സജീവ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി വളരെ കരുതലോടെയാണോ ആധ്യാത്മിക ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നത്? പാപത്തോടുള്ളായ്മയുടെ മനോഭാവം എന്താണ്?
ഒരിക്കലുണ്ടായിരുന്ന പാപത്തോടുള്ളതായ വെറുപ്പും അറപ്പും തീഷ്ണതയും ഇന്നുണ്ടോ? പറയുന്ന ഓരോ വാക്കുകൾ നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കുകയും ശ്രദ്ധ തിരിക്കുകയും ചെയ്യണം. പാപം എന്ന് പറയുന്നത് പൈശാചികമാണ്. മനസ്സിനകത്ത് ഈ വാക്കിരുന്നോളണം. ഒരു മൂർഖൻ പാമ്പ് കയറി വരുന്നത് പോലെ അതിനോടുള്ളതായ പ്രതികരണം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം. കോപത്തിൻ്റെ ഒരു ഭാവം വരുമ്പോൾ, അശുദ്ധിയുടേതായിരിക്കുന്ന ഒരു സാഹചര്യം എന്നെ പ്രേരിപ്പിക്കുമ്പോൾ, ചെയ്യരുതാത്തത് ചെയ്യുന്നതും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതുമായ സാഹചര്യങ്ങളുടെ മുമ്പിൽ നാം വരുമ്പോൾ മൂർഖൻ പാമ്പ് വരുന്നു. നോ, ഒരു നാളും അരുത് എന്നാണ് പൗലോസ് വ്യക്തമായി റോമർക്ക് ലേഖനത്തിൽ പറയുന്നത്. പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഒരു നാളും അരുത്. സിൻ ഈസ് എ സ്പിരിച്വൽ സയനൈഡ്. ഇവിടെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരിക്കുന്ന ദൈവങ്ങൾ കേട്ടോ, ഏതെങ്കിലും പാപത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ ഇത് കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പോൾ ഈ നിമിഷം കർത്താവേ, വന്നതെല്ലാം വന്നു. ഐ സേ an absolute no to my sins. ഈ സമയത്ത് ക്രൂസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് തീരുമാനിച്ചേ, പാപം ഇനി എൻ്റെ ജീവിതത്തിൽ വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കോപം അതൊരു സ്പിരിച്വൽ സയനൈഡാണ്. അശുദ്ധി മരണമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തെറ്റിനോട് സന്ധിയില്ല സമരം ചെയ്യണം. എപ്പോഴും ഉണർന്നിരിക്കണം. ഒരിക്കലും ഒരു പാപത്തിൽ വീഴാനോ അരുതാത്തൊരു ചിന്തക്കിടം കൊടുക്കാനോ പ്രാർത്ഥനയിൽ അലസത കാണിപ്പാനോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ വേലതയിൽ ഏതെങ്കിലും അലംഭാവം കാണിക്കാനോ എന്നെ കിട്ടുകയില്ല. ഐ വിൽ ബി എവർ വിജിലൻറ്റ്. എപ്പോഴും അലേർട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താ വായിച്ചേ? വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. സ്റ്റാൻഡ് ഫേം ഇൻ യുവർ ഫെയ്ത്ത്. വളരെ മനോഹരം. ബി സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. വളരെ ഉറപ്പായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തിനുള്ള വിശ്വാസമാണ്. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. വ്യക്തിപരമായി അതാണ് ദൈവത്തിൻ്റെ കണ്ണെന്നെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ചേ. 2 തെസ്സലോനിക്കർ 2:15. ആകയാൽ സഹോദരന്മാരെ, നിലനിൽപ്പിൻ എന്നുള്ള വാക്കാണ് ഇവിടെ പറഞ്ഞിട്ട് വായിച്ചോ. നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചിരുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ മറ്റൊന്നും പറയുന്നില്ലല്ലോ. പണം ചോദിക്കുന്നില്ല, സഭ മാറാൻ പറയുന്നില്ല, ഞങ്ങളെ മാനിക്കണമെന്ന് പറയുന്നില്ല, ഒന്നുമില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം, ഈ സത്യവചനം. ഈ വചനത്തിൽ നിന്ന് ആരെന്തെല്ലാം പറഞ്ഞാലും വള്ളിയോ പുള്ളിയോ മാറരുത്. ഈ വചനം വെച്ചുകൊണ്ട് എന്നെ ന്യായം വിധിക്കും. എന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ പരമേൽപ്പിച്ചിട്ടുണ്ട് ദൈവജനത്തെ നടത്തുവാൻ. വളരെ വ്യക്തമായ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട മാറ്റമില്ലാത്ത ചില അടിസ്ഥാന പ്രമാണങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഞങ്ങളുടെയും ആഗ്രഹം. ദൈവത്തിൻ്റെ മഹത്വം. പാപം കൂടാതെ ജീവിക്കണമെന്ന് ഊന്നി പറയുന്ന സ്വർഗീയമായിരിക്കുന്ന ഒരു രംഗം. പാപം ജീവിതത്തിൽ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിച്ചമായി വെളിപ്പെടുത്തി തരുമ്പോൾ അതിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ഏകമാർഗം അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ചങ്കുപൊട്ടി ഒഴുകിയതായ തങ്കച്ചോരയാണ്. ആ ചോരയ്ക്ക് ഇന്നും എന്നെ കഴുകി വിശുദ്ധീകരിച്ച് ശുഭ്രവസ്ത്രധാരിയാക്കി മാറ്റാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങളെ നടത്താൻ പരിശുദ്ധാത്മാവിനെ അയക്കും. ആ പരിശുദ്ധാത്മാവ് സത്യത്തിലും ആത്മാവിലും വചനത്തിൽ തന്നെ വഴി നടത്തുന്നുണ്ടായിരിക്കുന്ന പൂർണ്ണമായ ബോധ്യം. കർത്താവ് വ്യക്തമായി പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ ഭവനം ഒരുക്കിയ ശേഷം വീണ്ടും വരും. ഉറപ്പുണ്ടോ? വിശ്വാസത്തിൽ ഉറച്ചാണോ നിൽക്കുന്നത്? ആടി ഉലയുന്ന ഒരു ജീവിതമല്ല ഇത്. മറ്റൊന്നിലുമല്ല. കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ ഉറച്ച് പിടിക്കണം. ഈ ലോകത്തിൽ സകലതും മാറിപ്പോവും. കൂട്ടായി മാറിപ്പോവും, ഞാൻ മാറിപ്പോവും, നടത്തുന്ന ദൈവമക്കൾ മാറിപ്പോകും.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവങ്ങളെ മാറാത്ത ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി മാറ്റമില്ലാത്തവനായി അന്നും ഇന്നും എന്നും നിലനിൽക്കുന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തു, ആ വ്യക്തിപരമായ ഒരു പിടുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ബോട്ട് അപകടത്തിൽ 9 വയസ്സുള്ളതായിരിക്കുന്ന ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ കുട്ടി ഓളത്തിൽപ്പെട്ട് അക്കരെ ഒരു പാറക്കെട്ടിന്റെ വിള്ളലിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുക. വലിയ ഒച്ചയിൽ ആ കരച്ചിൽ മറ്റുള്ളവർ കേട്ടു. ദൈവം ഒരു കൊച്ചവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു ഓടിവെള്ളം ചെന്ന് അവനെ രക്ഷിച്ചു. ഞാൻ വേഗം പറയാം. അവനെ കരക്ക് കൊണ്ടുവന്നു, അപ്പൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. പല പ്രാവശ്യം അവനെ ആടി ഉലച്ച് മുക്കിക്കളയാൻ തക്കവണ്ണം കാറ്റുമോളം തിരുമാലയൊക്കെ വന്ന് അവനെ മൂടി, ശരിയാണ്. പക്ഷേ അവനവിടെ അള്ളിപ്പിടിച്ച് പാറയുടെ വിള്ളൽ പിടിച്ചുകൊണ്ടിരുന്നു. കരയ്ക്ക് വന്നപ്പോൾ അപ്പനും അമ്മയും മറ്റുള്ളവരും ചോദിച്ചു, മോനെ കൊള്ളാമല്ലോ, നീ ആടി ഉലഞ്ഞു പോയില്ലേ, നീ പേടിച്ചു പോയില്ലേ, വെപ്രാളപ്പെട്ടു പോയില്ലേ, ഭയപ്പെട്ടു പോയില്ലേ? ഉവ്വ, ഞാൻ ആടി ഉലഞ്ഞു പോയി, ഞാൻ വെപ്രാളപ്പെട്ടു പോയി. എന്തു ചെയ്യുന്നു, ഞാൻ അതുപോലെ ചഞ്ചലപ്പെട്ടു പോയി. പക്ഷെ ഞാൻ പിടിച്ച പാറ ഒട്ടും ഇളകിയില്ല. ദൈവമക്കളെ, ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട്, യുഗങ്ങളുടെ പാറയാകുന്ന കർത്താവായി യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കരങ്ങൾ കൊണ്ട് പിടിക്കണമെന്ന് മാത്രമാണ് അടിയങ്ങൾ പറയുന്നത്. ആ രക്തം പുരണ്ട ക്രൂശിനെ ഒന്ന് പിടിച്ചേ. നിങ്ങൾ ഇപ്പൊ പിടിച്ചേക്കണമൊക്കെ ഒന്ന് വിട്ടേ. ദൈവത്തിന് സ്തോത്രം. എന്നേക്ക് മാറ്റമില്ലാത്ത അക്കരെ എത്തിക്കുവാൻ കഴിവുള്ളതായ കർത്താവായി യേശു ക്രിസ്തുവാകുന്ന മാറ്റമില്ലാത്ത പാറമേൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാൽ ഉറച്ചു നിൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, വിശ്വാസത്തിൽ നിലനിൽക്കണം. ആദ്യം പറഞ്ഞ എന്താണ്? ഉണർന്നിരിക്കണം. ബോധ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി മയക്കം വേണ്ട. പ്രഭാസമയത്ത് കിടന്ന് ഉറങ്ങുകയല്ല, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വീരന്മാരായിരിക്കണം. വിശ്വാസ സ്ഥിരത ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം എന്താണ്? പുരുഷത്വം കാണിപ്പീൻ. പുരുഷത്വം കാണിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പുരുഷത്വം കാണിപ്പീൻ. ബിഹേവ് കറേജിയസ്ലി. സ്നേഹമാണ്, വിനയമാണ്, താഴ്മയാണ്. പക്ഷേ ചില കാര്യങ്ങളിലുണ്ടല്ലോ വിട്ടുവീഴ്ചയൊന്നുമില്ല, യാതൊരു മാറ്റവുമില്ല. പത്രോസിനെയായും യോഹന്നാനെയും അത്ഭുതം പ്രവർത്തിച്ചു. തളർവാദം പിടിച്ച് കിടന്നവൻ ദൈവത്തിൻ്റെ സ്തോത്രം തുള്ളിച്ചാടുകയാണ്. മുടന്തൻ തുള്ളിച്ചാടുകയാണ്. അന്നത്തെ മത നേതാക്കന്മാർക്ക് ഇഷ്ടമായില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇനി നിശേഷം ശബ്ദിച്ചു പോകരുത് എന്ന് പറയാം. വായിച്ച് അപ്പോസ്തലപ്രവൃത്തികൾ 4:18 നോക്കി. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാമത്തെ വാക്യം. പിന്നെ അവരെ വിളിച്ചിട്ട്, യോഹന്നാൻ ശ്ലീഹായെയും പത്രോസ് ശ്ലീഹായെയും വിളിച്ചിട്ട്, യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളൊക്കെ ഇവിടെയുണ്ട് വിശ്വാസം പഠിപ്പിക്കാൻ, ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കാൻ, ഉപദേശങ്ങൾ കൊടുക്കാൻ. മുഖ്യന്മാരായി മീൻ പിടിച്ചുകൊണ്ട് നടന്നായിരിക്കുന്ന നിങ്ങളൊന്നും വരണ്ട. അതിന് കൊള്ളാവുന്നതായ അറിവും പാണ്ഡിത്യവും എല്ലാം ഉള്ളതായി ഞങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇനി നിശേഷം മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. വായിച്ചു. ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. ഉപദേശിക്കുകയും അരുത് എന്ന് കർശനമായി നിർദ്ദേശിച്ചു. എന്താ മറുപടി? അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. കണ്ടാൽ ഭയപ്പെട്ടു പോവും. അവര് വലിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അധികാരത്തിന്റെ ഹുങ്കോടുകൂടി ഇവരെ നിസ്സാരന്മാരായിട്ട് കണ്ടുകൊണ്ട് ശാസിക്കുന്ന സമയം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ നിങ്ങളെ അല്ല പേടിക്കുന്നത്, ഞങ്ങൾക്ക് പേടിക്കാൻ ഒരാളുണ്ട്. ഒന്നോടെ വായിച്ച വാക്യം. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്ക് ന്യായമായ ഒരു കാര്യമുണ്ട്. ദൈവമക്കളെ, ആത്മാവിന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, പരിശുദ്ധാത്മ നടത്തുന്ന കൂട്ടായ്മയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി മൃദുലമായിരിക്കാം, സോഫ്റ്റ് ആയിരിക്കാം. പക്ഷേ വിശ്വാസ പ്രമാണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ സ്തോത്രം. കണ്ടതാണ്, ദൈവത്തിന്റെ സ്തോത്രം. അറിഞ്ഞതാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു ദൈവ പൈതൽ ഒരു റോസാപ്പൂ പോലെയും ഒരു പാറക്കഷ്ണം പോലെയും ആയിരിക്കണം. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ള 2 സമ്മാനങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായോ? ഒരു റോസാപ്പൂ, നല്ല ഇതളുകളുള്ള
മാർദ്ദവമുള്ള മണമുള്ളതായിരിക്കുന്ന റോസാപ്പൂ. മറ്റൊന്നെന്താണ്? ആ കൂട്ടത്തിൽ തരുന്ന ഒരു കയ്യിൽ ഒരു കല്ലും ഒരു കയ്യിൽ ഒരു റോസാപ്പൂവുമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം, മറ്റുള്ളവരുടെ ഇടപെടൽ, സംസാരം, ഇതെല്ലാം മൃദുലമായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം, ആകർഷണീയമായിരിക്കണം, റോസാപ്പൂ പോലെ സുഗന്ധമായിരിക്കണം. അടുക്കാൻ കൊള്ളാവുന്ന, സ്നേഹമുള്ളതായ, സൗമ്യതയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി. ഒരു റോസാപ്പൂവിനോട് നമുക്ക് ഇഷ്ടം തോന്നുന്ന പോലെ തോന്നും. അതേ സമയത്ത് വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് നടത്തുന്ന സ്വർഗീയ രംഗത്തെക്കുറിച്ചുള്ള കാര്യം വരുമ്പോൾ സ്ട്രോങ് പാറകഷ്ണം പോലെയാണ്. ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. 1, ഉണർന്നിരിപ്പീൻ. 2, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. 3, പുരുഷത്വം കാണിപ്പീൻ. ബിഹേവ് കറേജിയസ്ലി. ശിശുക്കളെ പോലെയല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? എന്നെ നടത്താമെന്ന് വാക്ക് തന്നവൻ ആരാണ്? ഞാൻ ആരുടെ കയ്യിലേക്കാണ് എൻ്റെ ജീവിതം കൈമാറിയിരിക്കുന്നത്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരോടാണ് ഒരു വാക്ക് പറഞ്ഞത്? നല്ല ഉറപ്പാ ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാ നമ്മുടെ മധ്യത്തിലുണ്ട്. ഉയർത്തുന്നിട്ട് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു കൂട്ടായ്മയാണ്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. 1000 ചാഞ്ചല്യമില്ല. ആരെല്ലാം എന്തെല്ലാം ഇളകിയാലും, ആർക്കെല്ലാം എന്തെല്ലാം ചിന്താക്കുഴപ്പങ്ങൾ വന്നാലും, ഏതെല്ലാം വിമർശനങ്ങളുമായി വന്നു കഴിഞ്ഞാലും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് എന്നുള്ളതായ ഹൃദയത്തിൻ്റെ പ്രാഗൽഭ്യത്തോടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിവും തൻ്റെ ഇടവും ഒന്നും നിശേഷമില്ല എന്ന് ഞാൻ പറയും എന്നെക്കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൻ്റെ കർത്താവിനോട് പറഞ്ഞ വാക്കിന് മാറ്റമില്ല. നന്ദിയോടെ സ്തോത്രം. 4ാമത്തെ കാര്യം എന്താണ് വായിച്ചത്? ശക്തിപ്പെടുവേൻ. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമോ? ബി സ്ട്രോങ്. എന്തില്? ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. തന്നിനായിരിക്കുന്ന പൗലോസിനെ പറഞ്ഞു, ഞാൻ എൻ്റെ മൺപാത്രമാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. ഈ അത്യന്ത ശക്തി, ശക്തിയുള്ള ആത്മാവെന്നല്ല പറഞ്ഞു, അത്യന്ത ശക്തി ഈ മൺപാത്രത്തിലാണ്. മൺപാത്രം പൊട്ടിപ്പോവാം. വാർദ്ധക്യത്തിലേക്ക് വന്നു, ക്ഷീണമായി. ദൈവത്തിൻ്റെ സ്തോത്രം. പലതിനും പറ്റില്ലാണ്ടായി. ദൈവത്തിൻ്റെ ഭാഗത്ത്. ബട്ട് ദേർ ഇസ് ആൻ ഇന്നർ മാൻ. പൗലോസ് എഫെസ്യർ ലേഖനത്തിൽ പറയും, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇതൊരു കൊതിയ ദൈവമക്കളെ. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കണം. നിങ്ങളെല്ലാം ഒന്ന് വ്യക്തമായി കേട്ടേ. കാത്തിരുന്ന് ശക്തിയെ പുതുക്കണം. പറന്ന് ഉയരണം സ്വർഗവീട് വരെയും. ഒരു ഉണർവിൻ്റെ കാറ്റ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന പ്രിയപ്പെട്ട യോഹന്നാൻ സാർ ഓർപ്പിച്ചില്ലേ? കത്തി തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ്, പ്രേരക ശക്തി. ഇതിന് ഉടമസ്ഥൻ സ്വർഗീയ തൃത്വമാണ്. സ്ഥാപിത താല്പര്യങ്ങൾ ഉള്ളത്തിൽ യാതൊന്നുമില്ലാതെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ മാനസാന്തരം, സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം. മരിക്കുന്ന ഓരോ വ്യക്തിയും സ്വർഗത്തിൽ എത്താൻ തക്കവണ്ണം വിട്ടുപോകണം. ദൈവത്തിൻ്റെ സ്തോത്രം. ആ താല്പര്യത്തോടെയാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ മനസ്സോടെ ചേർന്ന് നിന്നോ ഒരിക്കൽ സ്വർഗ വീട്ടിലെത്താം. നന്ദിയോടെ സ്തോത്രം. അടുത്ത വാക്യം എന്താണ്? ദൈവത്തിന് സ്തോത്രം. അടുത്ത എന്താണ്? നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനം ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയാം. ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യും. ഡു എവരിത്തിങ് ഇൻ ലവ് ആൻഡ് കൈൻഡ്നെസ്. എല്ലാം ഒന്ന് കേട്ട എല്ലാവരും, എല്ലാം കാരുണ്യത്തോടെ, എല്ലാം സ്നേഹത്തോടെ ചെയ്യണം കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം ഒരു ദൈവ ഇതിൻ്റെ ഏറ്റവും ശക്തിയേറിയ ആയുധം, കരുത്തുള്ള ആയുധം, മൂർച്ചയുള്ള ആയുധം എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. അതെന്താണ്? സ്നേഹമാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. വിശ്വാസസ്ഥിരതയുണ്ട്, വളരെ സ്ട്രോങ് ആണ്. എബ്രഹാം ലിങ്കണെ കുറിച്ച് അമേരിക്കൻ അസംബ്ലിയിൽ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു. എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു വെൽവെറ്റ് ഉരുക്കു മനുഷ്യനാണെന്ന്. വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സോഫ്റ്റാ, പക്ഷേ ഉരുക്കു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ കൃപ തരട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നിറഞ്ഞ സ്നേഹമായിരിക്കണം, തികഞ്ഞ വിനയമായിരിക്കണം, എല്ലാം ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. ഞാൻ പറയും, ഒരാളുടെ കുറ്റം പറയാനൊരു നാവിന് ശക്തി തരരുത് കർത്താവേ. ഞാൻ വളരെ സൂക്ഷിക്കുന്നൊരു കാര്യമാണ്.
ഒരാളുടെ നേരെ ആവശ്യമില്ലാതെ വിരൽ ചൂണ്ടാൻ കരുത്തുള്ള ഒരു വിരൽ എനിക്ക് വേണ്ട കർത്താവേ. മറ്റുള്ളവരുടെ നന്മ കാണണം, മറ്റുള്ളവരുടെ ശ്രേഷ്ഠത എണ്ണണം, കാൽവറിയിലെ സ്നേഹത്താൽ ഒന്ന് കത്തിച്ചൊലിക്കണം, യേശുവിൻ്റെ ഛായ പ്രതിബിംബിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. ലവ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഫോഴ്സ് ഇൻ ദിസ് ബയോളജിക്കൽ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, ആ ശക്തിയുടെ പേര് സ്നേഹമെന്നാണ്. ആ സ്നേഹത്തിൻ്റെ പേര് യേശു എന്നാണ്. ആ യേശു സ്നേഹം പകർന്നത് കാൽവറിയിലാണ്. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, അതിനെന്ത് വേണം? സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മൾ പകർന്നു കിട്ടണം. അത് ഏതാത്മാവാണ്? പരിശുദ്ധാത്മാവാണ്. അതെവിടെയാണ് പകരേണ്ടത്? അത്യന്ത ശക്തി മൺപാത്രത്തിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. മൺപാത്രമാണോ? അതിൽ ചീത്തയില്ലേ? ഒരു ചീത്തയില്ലേ? അഴുക്കില്ലേ? ക്രൂശിൻ ചുവട്ടിലേക്കൊന്ന് വന്നേ മക്കളെ, ക്രൂശിൻ ചുവട്ടിലേക്കൊന്ന് വന്നേ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങളെ വെറുതെ എഴുന്നേൽപ്പിക്കരുത്. ഈ മൺപാത്രത്തിൽ ഒത്തിരി അഴുക്കുണ്ട്, ഉള്ളതൊന്നും കൊള്ളൂല്ല കർത്താവേ. ചങ്കും ഹൃദയവും അകത്തെ മനുഷ്യനും ചിന്താമണ്ഡലവും സ്വപ്നമൊക്കെ ചീത്തയാണ് കർത്താവേ. സകല കറകളും കഴുകുവാൻ മതിയായ കുഞ്ഞാടിൻ്റെ തങ്കച്ചോറുണ്ട്. ഇപ്പോൾ ഒന്ന് കഴുകണമേ. ഒന്ന് പ്രാർത്ഥിച്ചോ നിങ്ങൾ? ഒന്ന് കഴുകണമേ, ഒന്ന് കഴുകണമേ. ഹാലലൂയ, ഹാലലൂയ. ഒന്ന് കുത്തി കഴുകണമേ, ഒന്ന് ചവിട്ടി കഴുകണമേ, സമൂലം ഒന്ന് വൃത്തിയാക്കി തരണമേ. ഉറപ്പ് തരാൻ കർത്താവ്, ഇനി തെറ്റിലേക്ക് പോകിയില്ല. ഈ പാത്രത്തെ കഴുകിയതിന് ശേഷം നിന്റെ അത്യന്ത ശക്തിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് പകർന്നു നിന്ന് ബലപ്പെടുത്തി ജയാളിയായി പറഞ്ഞയക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമീൻ. ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം.